നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 2 വെള്ളിയാഴ്ചയാണ്. ആദ്യം ഇന്ത്യൻ വിപണിയിൽ നിന്ന് ആരംഭിക്കാം. ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് ഇന്ന് സാധ്യത കാണുന്നത്. ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതും ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളും താരിഫ് വാറും തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ നിർണായകമായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് ഡൗവും S&P 500 തുടർച്ചയായ 8ാമത്തെ ദിവസവും നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. മെഗാ ക്യാപ് സ്റ്റോക്കുകളായ മൈക്രോസോഫ്റ്റിൻ്റെ ഓഹരി വില 7.6% ഉയർന്ന് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ആപ്പിളിനെ മറികടന്ന് മൈക്രോസോഫ്റ്റ് ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനിയായി മാറിയതോടെ ആപ്പിൾ നല്ല നേട്ടമുണ്ടാക്കി. മെറ്റ ഇന്നലെ 4.2% ഉയർന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി US ഏർണിംഗ്സ് ആണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടാതെ താരിഫിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല. LSEG ഡാറ്റ പ്രകാരം S&P 500 കമ്പനികൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആദ്യപാദത്തിൽ അവരുടെ വരുമാനം 12.9% വർദ്ധിച്ചു എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഏപ്രിൽ 1-ന് 8% വളർച്ച മാത്രമാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതായത് നല്ലൊരു നേട്ടമാണ് ഇപ്പോൾ ഏർണിംഗ്സിൽ ഇപ്പോൾ US വന്നിരിക്കുന്നത്. അത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്നവിടെ US പേറോൾ ഡാറ്റയാണ് പുറത്തു വരാനുള്ളത്. ഇന്നലെ ടെക് സ്റ്റോക്കുകൾ നല്ല നേട്ടമുണ്ടാക്കി. 2.2% S&P 500 ഉയർന്നത്. കമ്മ്യൂണിക്കേഷൻ സർവീസസ് 1.6% നേട്ടവുമുണ്ടാക്കി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസും വിപ്രോയും ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ICICI ബാങ്ക് 0.12% ഇടിവിലും ഡോക്ടർ റെഡ്ഡി 0.65% ഇടിവിലും HDFC ബാങ്ക് 0.51% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റൻഡ് ട്രേഡിംഗ് ഹവറിൽ ആപ്പിൾ ഏകദേശം 4% ഇടിവ് രേഖപ്പെടുത്തി. ആമസോൺ 2% ഇടിഞ്ഞു. കൂടാതെ US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെയാണ്. യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ UK മാർക്കറ്റ് FTSE ആണ് ഇപ്പോൾ നേട്ടത്തിൽ മുന്നിലുള്ളത്. തുടർച്ചയായ 12ാമത്തെ ദിവസവും നേട്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്തു. 2017 ശേഷമുള്ള തുടർച്ചയായ ഒരു ലോങ്ങസ്റ്റ് ബുൾ റൺ തന്നെയാണ് FTSEയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രിപ്റ്റോയിൽ ബിറ്റ്കോയിൻ ഇപ്പോൾ $1,00,000 അടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. $96,000 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സ്വർണം 2 ആഴ്ചത്തെ താഴ്ന്ന നിലയിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 70,200 രൂപയാണ്. ഓയിൽ പ്രൈസുകൾ 2% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തകളാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയത്. ബാക്കിയുള്ള വാർത്തകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന സെഗ്മെന്റുകളിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ ഗ്രൂപ്പുകളിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഈ ആഴ്ചയിലെ അവസാനത്തെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും മുഖ്യമായ വാർത്തയുള്ളത് ഏപ്രിലിലെ GST കളക്ഷൻ കഴിഞ്ഞ വർഷത്തിലെ അപേക്ഷിച്ച് 12.6% വർദ്ധിച്ച് 2.37 ലക്ഷം കോടി രൂപയിലെത്തി. ഫാക്ടറി ഷിപ്മെൻറ്റുകളിലെ ശക്തമായ ഇടപാടുകളും വർഷാവസാനത്തോടെ ബിസിനസ്സുകൾ അക്കൗണ്ടുകൾ ക്ലിയർ ചെയ്യുന്നതുമാണ് ഈ കുതിപ്പിന് സഹായകമായത്. ഇറക്കുമതിയിൽ നിന്നുള്ള വരുമാനം 20.8% വർദ്ധിച്ച് 46,913 കോടി രൂപയിലെത്തി. ആഭ്യന്തര വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം 10.7% വർദ്ധിച്ച് 1.9 ലക്ഷം കോടി രൂപയിലാണ് എത്തിയത്. കേന്ദ്ര GST 48,634 കോടി രൂപയിലും സംസ്ഥാന GST 59,372 കോടി രൂപയിലും IGST 1.15 ലക്ഷം കോടി രൂപയിലും സെസ് 13,451 കോടി രൂപയിലാണ് ഉള്ളത്. UPI ഇടപാടുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 34% വർദ്ധിച്ച് ഏപ്രിൽ 17.89 ബില്യനായി. ഈ പേയ്മെൻറ്റുകളുടെ ആകെ മൂല്യം 23.95 ലക്ഷം കോടി രൂപയായിരുന്നു. ഇത് വർഷം തോറും 22% കൂടുതലുമാണ്. ഏതായാലും ഇത്തരത്തിൽ GST കളക്ഷനും UPI കളക്ഷനും ഒക്കെ വർദ്ധിക്കുന്നത് നമ്മുടെ എക്കോണമിയെ സംബന്ധിച്ച് വളരെ നല്ല കാര്യങ്ങളാണ്. അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കമ്പനികളിലേക്ക് ആദ്യം അദാനി എൻ്റർപ്രൈസസ്. നെറ്റ് പ്രോഫിറ്റിൽ 8.5 മടങ്ങിൻ്റെ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3,845 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ പക്ഷേ 7.6% ഒരു ഇടിവാണ് വന്നിരിക്കുന്നത്. എക്സ്പൊണൻഷ്യൽ ഗെയിനായി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 3,945.7 കോടി രൂപയാണ്. കൂടാതെ ബോർഡ് 15,000 കോടി രൂപ വരെ സമാഹരിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകുകയും ചെയ്തു. അദാനിയുടെ മറ്റൊരു കമ്പനിയായ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന കമ്പനിയുടെ പ്രോഫിറ്റിൽ 47.8% വർധനമാണ് രേഖപ്പെടുത്തിയത്. 3,014.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 23.1% വർധനവ് കമ്പനി രേഖപ്പെടുത്തി.
ബോർഡ് ഡിവിഡൻഡായി 7 രൂപയാണ് പ്രഖ്യാപിച്ചത്. സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തതായി ഇൻഡസ് ടവേഴ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 4% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 1779.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.4% വർധനവും കമ്പനി രേഖപ്പെടുത്തി. 7727.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ എന്ന കമ്പനി ഇപ്പോൾ ലോസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 303.6 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 933.5 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 2.3% ഇടിവും രേഖപ്പെടുത്തി. 13,183.1 കോടി രൂപയാണ് ഇപ്പോൾ റവന്യൂവിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി നമ്മുടെ സൊമാറ്റോ എന്ന കമ്പനി, ഇപ്പോൾ എറ്റേണൽ എന്നറിയപ്പെടുന്ന സൊമാറ്റോ എന്ന കമ്പനിയുടെ റിസൾട്ടിലേക്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 77.7% ഒരു ഇടിവാണ് ഇപ്പോൾ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 39 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 63.8% നല്ലൊരു വർധനവും രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി നൊവാക്ക വിസ്താസ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 65% വർധനവ് രേഖപ്പെടുത്തി. 165.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 3.7% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. അടുത്ത് ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി ഇന്ത്യ എന്നതാണ്. നെറ്റ് പ്രോഫിറ്റിൽ 25.4% വർധനവ് രേഖപ്പെടുത്തി. 104.7 കോടി രൂപയിൽ ആണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 26.2% വർധനവ് രേഖപ്പെടുത്തി. 172.6 കോടി രൂപയിലാണുള്ളത്. ബോർഡ് ഡിവിഡൻഡായി 3.70 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 13.7% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 1030.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 8.3% വർധനവും രേഖപ്പെടുത്തി. ഇനി മറ്റൊരു കാര്യമുള്ളത്, സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഫണ്ടമെൻ്റൽ അനാലിസിസ്, പ്രൈസ് ആക്ഷൻ, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണം, കൂടാതെ ഗ്ലോബൽ മാർക്കറ്റുകൾ എങ്ങനെ വാച്ച് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്. വെറും 3000 രൂപയാണ് ഒരു മാസത്തേക്ക് ഫീസായിട്ട് വരുന്നത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക് മാത്രമാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ മാരിക്കോ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ആർക്കൻ കെമിക്കൽസ് ഇൻഡസ്ട്രീസ്, ഏത്തർ ഇൻഡസ്ട്രീസ്, സിറ്റി യൂണിയൻ ബാങ്ക്, ഗ്രാവിറ്റ ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ജിൻഡാൽസോ, ലെയ്റ്റൻ വ്യൂ, പരാഗ് മിൽക്ക് ഫുഡ്സ്, PNB ഗിൽസ്, RR കേബിൾ, സനോഫി കൺസ്യൂമർ ഹെൽത്ത് കെയർ ഇന്ത്യ, സുബെക്സ്, സൺടെക് റിയാലിറ്റി, വിമാർട്ട് റീറ്റെയിൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. തുടർച്ചയായ 11ാമത്തെ ദിവസം FIS ബൈങ്ങിൽ തന്നെയായിരുന്നു. 50 കോടി രൂപയ്ക്കാണ് FIS ബൈ ചെയ്തത്. DIS ആവട്ടെ 1792 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ജപ്പാൻ മാർക്കറ്റ് നിക്കി 1% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.05% ഇടിവിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,422 എന്ന നിലയിൽ 28 പോയിൻറ്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് ബുധനാഴ്ചത്തെ വലിയ ഇടിവിന് ശേഷം ക്രൂഡ് ഓയിൽ 2% ചെറിയൊരു റിക്കവറി വ്യാഴാഴ്ച നടത്തി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $62.48 പെർ ബാരൽ എന്ന നിലയിൽ 0.95% നേട്ടത്തിലാണ്. WTI ഉള്ളത് $59.55 പെർ ബാരൽ എന്ന നിലയിൽ 0.52% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി 24,334 2 പോയിൻറ്റ്സ് മാത്രം ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് കാണുന്നത്. അപ്സൈഡിലെ റെസിസ്റ്റൻസ് ഏരിയ 24,360 മുതൽ ഏപ്രിൽ 29-ാം തീയതിയിലെ ഹൈ ആയിട്ടുള്ള 24,456 ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിഫ്റ്റിയിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു അപ്പ് മൂവ് കാണാൻ സാധിക്കുകയുള്ളൂ. 24,702 അപ്സൈഡിൽ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാനും സാധ്യതയുണ്ട്. തുടർച്ചയായ 6ാമത്തെ ദിവസവും നിഫ്റ്റി ഈ സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി ഇപ്പോഴും എല്ലാ കീ മൂവിങ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. RSI 50-ന് മുകളിലായിട്ടാണുള്ളത്. ഇനി ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏപ്രിൽ 25-ാം തീയതിയിലെ ലോ ആയിട്ടുള്ള 23,850 തന്നെയാണ്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. ഡൗൺ സൈഡിലാണ് ആ സോൺ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000, അതിനുശേഷം 24,800 സ്ട്രൈക്ക്, അതിനുശേഷം 24,400 സ്ട്രൈക്കിലുമാണ്.
പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,300, അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,400, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,300, അതിനുശേഷം 24,000 തന്നെയാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,300 സ്ട്രൈക്കിൽ 70% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 7% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,250 സ്ട്രൈക്കിൽ 28% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 12% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 24,350 സ്ട്രൈക്കിൽ 330% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 117% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് എല്ലാ സ്ട്രൈക്കിലും നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നതെന്നാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,087 304 പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. അതായത് നിഫ്റ്റിയേക്കാളും കൂടുതൽ ഇടിവ് ബാങ്ക് നിഫ്റ്റിയിലാണ് അന്നുണ്ടായത്. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഈ ഒരു റേഞ്ചിൽ തന്നെയാണുള്ളത്. 54,455 55,930 ഇടയിലുള്ള ഈ ഒരു സോണിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. കൂടാതെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് സൈഡ് വൈസിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. അപ്സൈഡിൽ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് 56,000 മുകളിലായിട്ട് ഒരു ക്ലിയർ ക്ലോസിംഗ് ലഭിക്കണം. ഇനി അപ്സൈഡിലെ നല്ലൊരു റാലി നമുക്ക് കൺഫർമേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ. കൂടാതെ 56,088 ഇപ്പോഴത്തെ റീസെൻറ്റ് ഹൈ ആയിട്ട് വരുന്നത്. ഡൗൺ സൈഡിൽ നമ്മൾ 54,455 ആ ഒരു ലെവൽ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 57,000, അതിനുശേഷം 55,500 സ്ട്രൈക്ക്, അതിനുശേഷം 56,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 53,000, അതിനുശേഷം 54,000 സ്ട്രൈക്ക്, അതിനുശേഷം 53,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,500, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,000. ഇന്ത്യ വിക്സിലേക്ക് ഇന്ത്യ വിക്സ് വീണ്ടും ഉയർന്നിരിക്കുന്നു. ഏകദേശം 5% ഇന്നലെ, അതായത് ബുധനാഴ്ച ഉയർന്നത്. 18.22 4.91% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ ലിങ്ക് വഴി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ജോയിൻ ചെയ്യാം. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും എഡ്യൂക്കേഷണൽ വ്യൂസിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.